വന്ന ലൈസൻസിൻ്റെ പാർട്ട് 4 ആണ്. അതായത് പാർക്കിംഗ് വരുന്നതിന് ശേഷം പാർക്കിംഗ് എല്ലാം കിട്ടിയതിന് ശേഷം റോഡ് ടെസ്റ്റാണ്. റോഡ് ടെസ്റ്റ് വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ കയറിയിരിക്കുക, നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റിയറിങ്, അതിന് ശേഷം സെൻട്രൽ മിറർ, സൈഡ് 2 മിറർ, സീറ്റ് ബെൽറ്റ്, ഇതെല്ലാം കമ്പൾസറിയാണ്. ഫസ്റ്റ് ഇതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഹെഡ് ചെക്ക് ചെയ്യുക, 2 സൈഡും മിററെല്ലാം കറക്റ്റാണോ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തിരിക്കുന്ന ആളോട് സീറ്റ് ബെൽറ്റ്, അതേപോലെ പുറകിൽ ആളിരിപ്പുണ്ട് അവരോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുക. കമ്പൾസറി നിങ്ങളും സീറ്റ് ബെൽറ്റ് ഇടുക. ഇതെല്ലാം ചെയ്യാം. പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, ഗിയർ ഫസ്റ്റ് ഇടുക. എങ്ങനെയാണ് വണ്ടി കിടക്കുന്നത്, പാർക്കിങ്ങിലാണെങ്കിൽ എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആ ദിശയിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. സൈഡ് രണ്ടും ചെക്ക് ചെയ്യുക. പതിയെ വണ്ടി എടുത്തതിന് ശേഷം ഓരോ സിഗ്നലും നോക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഈ റൂൾസ് പഠിക്കും. അതായത് മോക്ക് ടെസ്റ്റ്, തിയറി ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നെറ്റിലാണെങ്കിലും നോക്കിയിട്ടാണെങ്കിലും ഈ സംഭവങ്ങൾ ചെയ്യാനേ ഉള്ളൂ. അതുപോലെ എല്ലാവരും പറയുന്നത് ഭയങ്കര പാടാണ് അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കുറച്ച് മൈൻഡ്, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് നിങ്ങൾ കൈവിടാതിരിക്കുക. നിങ്ങൾ പഠിച്ചെടുക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പിന്നെ കുറച്ച് വീഡിയോസ് കാണുക. ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരി കിട്ടും. അത്യാവശ്യം ഡ്രൈവിങ് അറിയുന്നവരാണെങ്കിൽ ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ അവിടെ ചെന്നിരുന്ന് നമുക്ക് പേടിച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കിട്ടാൻ പാടില്ല. നമ്മൾ കൂളായിട്ടിരുന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. നമ്മുടെ നാട്ടിൽ റൂൾസ് ഉണ്ടെങ്കിൽ പോലും നമ്മളങ്ങനെ നോക്കാറില്ല. പക്ഷേ എങ്കിലും നമുക്കറിയാവുന്ന റൂൾസൊക്കെ നമ്മൾ ചെയ്യും. നമ്മളൊരു അടുത്ത് പോകുമ്പം വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ കയറുന്നു. ഇൻഡിക്കേറ്റർ ഇട്ട് കയറിയിട്ട് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്നു. ഇൻഡിക്കേറ്റർ ഇട്ട് കയറുന്നു, സ്പീഡ് കൂട്ടുന്നു, വണ്ടി ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ടല്ലേ കയറുക. അതേപോലെ കയറിയിട്ട് നമുക്ക് നമ്മൾ വണ്ടിയായിട്ട് കുറച്ച് ദൂരമാണെങ്കിൽ നമ്മൾ പിന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ടേക്ക് മാറുന്നു. ആ ഒരു രീതിയാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഫോളോ അപ്പ് ചെയ്താൽ പിന്നെ സ്റ്റോപ്പ് സൈനേജുകൾ അതെല്ലാം നോക്കണം. കമ്പൾസറിയാണ് കേട്ടോ. അത് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് കൊടുക്കുക. അതേപോലെ തന്നെ റോഡിൻ്റെ ഡോട്ടഡ് ലൈൻസ്, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് വൈറ്റ് ലൈൻസ്, സ്ട്രെയിറ്റ് യെല്ലോ ലൈൻസ്, സ്ട്രെയിറ്റ് യാരോ ലൈൻസ്, യെല്ലോ ലൈൻസ്, അങ്ങനെയുള്ള കുറേ ലൈൻസ്, ഡബിൾ ലൈൻസ്, ഡബിൾ യെല്ലോ ലൈൻസ്, ഡബിൾ വൈറ്റ് ലൈൻസ്, അതേപോലെ തന്നെ ക്രോസ് ലൈൻസ്, പെഡസ്ട്രൽ ക്രോസിങ്, സ്റ്റോപ്പ് സൈൻസ്, റൗണ്ട് അബൌട്ട് സൈൻസ്, ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ മോക്ക് ടെസ്റ്റ് തന്നെ കിട്ടും. ഇതെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് കഴിഞ്ഞ് അന്നേരം തന്നെ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറിനകം 1 മണിക്കൂർ കൂട്ടിക്കോ, അതിനകം നിങ്ങൾക്ക് ലൈസൻസ് കയ്യിൽ കിട്ടും. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യുമ്പം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മൈൻഡ് ചെയ്ത് ചെയ്യുക. എല്ലാവരും പറയാൻ എളുപ്പമാണ്, പക്ഷെ പറയുന്ന കാര്യമല്ല. എല്ലാവരും പറയുന്ന അത്ര വലിയ പാടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം മൈൻഡുള്ള ഒരാളാണെങ്കിൽ ഈസിയാണ്. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഈസിലി ദുബായ് ലൈസൻസ്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.